കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണെങ്കിലും ജയിലിൽ അടയ്ക്കുന്നതിന് പകരം ജാമ്യം നൽകുന്നതിന് പ്രാധാന്യം നൽകണമെന്ന് പറയുന്നു സുപ്രീം കോടതി. ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ മാത്രമേ ജയിൽവാസം മതി എന്ന് കോടതി വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എടുത്ത കേസിൽ വിചാരണ അനന്തമായി നീളുന്നുവെന്ന ഹർജിയിലാണ് സുപ്രീം കോടതി വിധി. അനന്തമായി നീളുന്ന വിചാരണ പൗരാവകാശ നിഷേധത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. PMLA കേസ് കുറ്റാരോപിതന് മേൽ വലിയ നിയമബാധ്യതകൾ ചുമത്തുന്നുണ്ട്. ഇത്തരത്തിൽ നിയമബാധ്യതകൾ ഒരു പൗരനുമേൽ ആരോപിക്കാൻ വ്യക്തതയുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസികൾ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുന്ന പ്രഥമദൃഷ്ട്യാ വസ്തുതാപരമായ തെളിവുകൾക്ക് മാത്രമേ കുറ്റാരോപിതന് ജയിൽവാസം സാധ്യമാക്കാനാവൂ. ഇതിലുപരി സംശയത്തിന്റെയോ ആരോപണത്തിന്റെയോ പേരിൽ പൗരന്മാരെ ജയിലിലടയ്ക്കാൻ PMLA നിയമമാണെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക് അവകാശമില്ല. PMLA ആക്ടിലെ സെക്ഷൻ 24 ഇക്കാര്യത്തിൽ വ്യത്യസ്തമല്ലെന്നും ജസ്റ്റിസ് BR ഗവായിയും KV വിശ്വനാഥനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവനയിൽ പറഞ്ഞു. ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രാധാന്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. PMLA അടക്കമുള്ള ഏത് കേസിലാണെങ്കിലും ജയിലല്ല ജാമ്യമാണ് നിയമമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അനന്തമായി വിചാരണ നീളുന്ന കേസുകളിൽ ജാമ്യം നിഷേധിക്കൽ ഏറ്റവും കടുത്ത മൗലികാവകാശ ലംഘനമാണ്. PMLA കേസിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ പ്രേംപ്രകാശ് എന്ന പ്രതിയടക്കം സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.